കത്തോലിക്ക സഭയിൽ അനേക പെരുന്നാളുകൾ, നൊവേനകൾ, അനേക മധ്യസ്ഥകൾ, പ്രത്യേകിച്ച് സെൻറ്റ് സെബാസ്റ്റ്യൻ, സെൻറ്റ് ആൻ്റണീസ് തുടങ്ങിയ അനേകരോട് മധ്യസ്ഥരോട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആൾക്കാർ നൊവേനകളൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്ന വ്യക്തി എന്ന നിലയിൽ, ദീർഘമായിരിക്കുന്ന പാരമ്പര്യമുണ്ടായ വ്യക്തി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളോടുള്ള അച്ഛൻ്റെ മനോഭാവം എന്താണെന്ന് ഒന്ന് പറയാമോ? ഞാൻ ചെറുപ്പത്തിലെ കണ്ടിരിക്കുന്നത് ഈ പെരുന്നാളും ഒക്കെ തന്നെ ബാൻഡ് കൊട്ടും ചണ്ട കൊട്ടും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് പോവാം. പക്ഷേ വചനം മനസ്സിലാക്കിയപ്പോഴും മനസ്സിലായി യേശു ഏക മധ്യസ്ഥനാണ്. തിമോത്തിക്കുള്ള 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം ഏകനാണ്. ആ ദൈവത്തിൻ്റെ മനുഷ്യരുടെയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ മാത്രമാണല്ലോ നമുക്ക് വേണ്ടി ജീവൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കത്തോലിക്ക സഭയിൽ റോമാ ബന്ധത്തിൽ വന്നുകൂടിയ, ബിംബാരാധകരായ റോമാ ബന്ധത്തിൽ വന്നുകൂടിയ ആചാരമാണ് എനിക്ക് പിന്നീട് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന്മാരുടെ സമൂഹത്തിൽ ഇങ്ങനെ ചോദിച്ചു: യേശു ഏക രക്ഷകൻ, ഏക മധ്യസ്ഥൻ, ഏക കർത്താവ്, അവൻ എല്ലാവർക്കും എല്ലാ കാലത്തും മതിയായവൻ എന്നിരിക്കെ അതിനെക്കുറിച്ച് ഉറക്കെ പ്രഘോഷിക്കാതെ അനുഗ്രഹം മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥന്മാരുടെ പക്കലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്നത് വാസ്തവത്തിൽ ഒരു വഞ്ചനയല്ലേ, ചതിവല്ലേ, അത് കാശിന് വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. ഇതങ്ങനെ വന്നുകൂടി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. സമസ്ത മാനവരാശിക്കും യേശു രക്ഷകൻ, നാനാജാതി മതസ്ഥർക്കും യേശു രക്ഷകൻ, സകല ജനത്തിനു സന്തോഷം പകരും വാർത്ത ഇതാ, നിഖില ചരാചര നായകനിന്നും വാഴൂ രക്ഷകനാ. യേശു രക്ഷകൻ, ഏകരക്ഷകൻ, യേശു രക്ഷകൻ, ഏകരക്ഷകൻ, ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏകമധ്യസ്ഥൻ യേശു, ഏകമധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏകമധ്യസ്ഥൻ യേശു, ഏകമധ്യസ്ഥൻ. ഒരുവനിലും മറ്റൊരുവനിലും ഇല്ല രക്ഷയില്ല, പാപമോചനമില്ല, ആകാശത്തിൻ കീഴിപ്പാരിൽ മറ്റൊരു നാമമില്ല, യേശുനാമമല്ലാതെ. അച്ഛനെപ്പോൾ ഈ പാട്ടിൽ തന്നെ പാടിയപ്പോൾ യേശുവിലൂടെയാണ് പാപമോചനം എന്ന് ആ പാട്ടിലുണ്ട്. അച്ഛനൊരു കുമ്പസാരക്കാരനായി അനേകരെ കുമ്പസാരിപ്പിച്ചൊരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കുമ്പസാരത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൗൺസിലിംഗ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ. പക്ഷെ കുമ്പസാരം എന്ന കുദാശയെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുവാനുള്ളത്? കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് കുദാശകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഒരാൾ രക്ഷയുടെ വഴി നടക്കേണ്ടത്. മാംസം സ്വീകരിച്ചു കത്തോലിക്കനായി, പ്രായപൂർത്തി അനുസരിച്ച് പിന്നെ ഓരോ കുദാശകൾ സ്വീകരിക്കുന്നു, കുമ്പസാരിച്ചു കുർബാനയെ കൊള്ളുന്നു, ഇങ്ങനെ പോകുന്നു. ഞാനും 7-ാം വയസ്സിൽ കുമ്പസാരിച്ചു കുർബാനയെ കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ഒരു മതപരമായൊരു കർമ്മം, ചടങ്ങ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി വൈദികന് പാപമോചന അധികാരമില്ല. പാപമോചന അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, അത് യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിൽക്കാലത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുന്നവരോട് ഞാനിങ്ങനെ തുറന്ന് പറയുമായിരുന്നു: നിങ്ങൾ ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിച്ചിട്ടുണ്ടോ? എങ്കിൽ ദൈവം മോചിച്ചു കഴിഞ്ഞു. അച്ഛനല്ല പാപം മോചിക്കുന്നത്, ദൈവമാണ്. അച്ഛനോട് എടുത്തിരിക്കുന്നത് പാപം മോചിക്കാനല്ല, ദൈവം നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പറയാൻ മാത്രമാണ്. പഴയ നിയമത്തിൽ ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകനെ ദൈവം അയച്ചു. ദാവീദിനോട് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. ദാവീദ് മാനസാന്തരപ്പെട്ടു, പശ്ചാത്തപിച്ചു. അങ്ങനെ ഒരു പാട്ട് പാടി: നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുകന്നിൽ ദേവാ. 51-ാം സങ്കീർത്തനം ദാവീദിന്റെ കുമ്പസാരമായി. അച്ഛനാ ഈ പാട്ട് അച്ഛൻ എഴുതിയ പാട്ടാണോ? അതെ അതെ. അത് ഈ കുമ്പസാരത്തോടുള്ള അച്ഛൻ്റെ സമീപനം കാണിക്കുന്ന ഒരു ഗാനം തന്നെയാണ് ഇതല്ലേ? അത് പശ്ചാത്താപത്തിനുള്ള ഒരു ഗാനമാണ്, പശ്ചാത്താപത്തിൻ്റെ ഒരു ഗാനം. അപ്പോൾ നാഥാൻ പ്രവാചകനും പറഞ്ഞു, ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആ ഒരു റോളാണ് ഒരു കുമ്പസാരക്കാരൻ എന്നുള്ളതിൽ എന്നെ ഇവിടെ ആയിരിക്കുന്നത്.
ഞാനല്ല പാപം മോചിക്കുന്നത്, ദൈവം നിങ്ങളുടെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് ഏറ്റു പറയുക. മറ്റ് പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അച്ഛനെതിരെ വിമർശനങ്ങൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഉയർന്നിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു പരസ്യം ഉണ്ടായി. ഇങ്ങനെ ഒരു വയസ്സനച്ഛൻ അച്ഛനോട് സംസാരിക്കേണ്ടെന്നും അച്ഛൻ പാപം മോചിക്കാൻ അധികാരമില്ലെന്നൊക്കെ പറഞ്ഞു എന്ന് ഒരു പ്രചാരണം ഉണ്ടായെങ്കിലും അതിനെക്കുറിച്ച് പിന്നീട് ആരും ഒരു കുറ്റപ്പെടുത്തലുണ്ടായില്ല. ഞാൻ പിന്നെ അധികം നാൾ സംസാരിപ്പിച്ചില്ലല്ലോ. ക്രൈസ്തവ ലോകത്തിന് എന്നെന്നും ഓർക്കാൻ കഴിയുന്ന അനേക ഗാനങ്ങൾ സംഭാവന ചെയ്ത പ്രശസ്തനായ ഒരു പുരോഹിതനേക്കാൾ അങ്ങയെ കൂടുതൽ ജനത്തിൻ്റെ മധ്യത്തിൽ ചർച്ചാ വിഷയമാക്കിയത് 74-ാമത്തെ വയസ്സിൽ അനേകരെ മാമോദീസ മുക്കിയിരിക്കുന്ന അച്ഛൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു എന്നുള്ള വിവരമാണ് കേരളക്കരയെ ആകെ, ക്രൈസ്തവ ലോകത്തെ ആകെ ഞെട്ടിച്ചത്. എങ്ങനെയാണ് ആ കത്തോലിക്ക സഭയിലെ ആ മാമോദീസ നിന്ന് മാറി പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിയുള്ള ഒരു സ്നാനത്തിലേക്ക് എങ്ങനെയാണ് അച്ഛൻ നടന്നെടുത്തത് എന്നൊന്ന് പറയാമോ? ഞാൻ സംസാരിപ്പിക്കുമ്പോൾ തന്നെ വരുന്നവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ നെറ്റി വിളിച്ച് എന്നെ നോക്കും. ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എങ്ങനെ ക്രിസ്ത്യാനിയായി, എന്ന് ക്രിസ്ത്യാനിയായി എന്ന് ചോദിക്കുമ്പോൾ 51 വർഷങ്ങൾക്ക് മുമ്പ് മാംസം മുങ്ങി ക്രിസ്ത്യാനിയായി എന്ന് അവർ പറയും. അന്ന് നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് നടത്തുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ? കാരണം മാംസം കൊടുക്കുന്നതിനും വെള്ളം തലയിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് 2 സെറ്റ് ചോദ്യങ്ങൾ ചോദിക്കും. പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ ആഘോഷങ്ങൾ ഉപേക്ഷിക്കുന്നുവോ, അവരുടെ ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അതിൽ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. പിന്നീട് ഉടനെ വെള്ളം ഒഴിക്കില്ല. പിന്നീട് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നുവോ, പരിശുദ്ധാത്മ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറയണം. ഇവിടെയും ചിലപ്പോഴെല്ലാം ജ്ഞാനമതപിതാക്കൾ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു ചോദിക്കുമ്പോഴും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പാർട്ടികളുണ്ട്. ഞാൻ ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഇത് ഏത് വിഷയത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്? ആ കുഞ്ഞിന് അറിവില്ല. 8-ാം ദിവസം പിന്നെ പിതാവായ ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും ഈ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത് സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ കുഞ്ഞു മാമോദിസ കൊണ്ട് ഒരാൾ വിശ്വാസിയാകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. പിള്ള മാമോദിസ കൊണ്ട് പള്ളിയിൽ ചേരാം എന്ന് ജീവൻ്റെ ബസ്സിൽ പേരുണ്ടാവില്ല എന്ന് ഞാൻ പിന്നീട് എൻ്റെ പരസ്യബോധത്തിൽ പ്രസ്താവിച്ചു. അത് ബിഷപ്പിൻ്റെ അടുക്ക് എത്തുകയും ചെയ്തു. ബിഷപ്പിനോട് ചോദിച്ചു, എന്താ പിള്ള മാമോദിസയെക്കുറിച്ച് എന്താ പറഞ്ഞല്ലോ? ഞാൻ പറഞ്ഞു പിള്ള മാമോദിസ കൊണ്ട് പള്ളിയിൽ ചേരാൻ പറ്റിയെന്നുള്ളതാണ്, പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടാവില്ല. അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വികാരി ജനറൽ ചോദിക്കുന്നു, അച്ഛൻ മുങ്ങി മാമോദിസ സ്വീകരിച്ച സ്ഥിതിക്ക് ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടെന്നുള്ളത് എന്താ ഉണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറിപ്പിൻ്റെ ഉറപ്പൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കുള്ള ആ ഉറപ്പ് മാറ്റമില്ലാത്തവൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആകാശം ഭൂമിയും മാഞ്ഞു പോയാലും എൻ്റെ വാക്കുകൾ വള്ളിയോ പുള്ളിയോ മാറ്റമുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അർത്ഥമുണ്ട് അറിവ് വെച്ച് സ്വീകരിക്കേണ്ട ഒന്നാണ്. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷിക്കപ്പെടും എന്ന് മാർക്കോസ് 16:14 പറയുമ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്. വിശ്വസിച്ചാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കണമെങ്കിൽ അറിയണമെങ്കിൽ അറിയിക്കണമെങ്കിൽ സുവിശേഷം പറയണം. അതിൻ്റെ പ്രോസസ്സാണ്.